ജീവിതത്തിൽ വഞ്ചിക്കപ്പെടുന്നവർ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആരാണെന്നറിയാമോ? ഒരാളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചവർ, ഒരു ബന്ധത്തെ ജീവനേക്കാൾ വിലമതിച്ചവർ, ഒരു വാക്കുപോലും പറയാതെ ജീവിച്ചവർ, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സ്വന്തം സന്തോഷം കണ്ടെത്തിയവർ. കാരണം അവർക്ക് വഞ്ചിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് വഞ്ചിക്കപ്പെടുന്നത്. ഞാൻ പലപ്പോഴും കരുതും ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, അതുകൊണ്ട് ആരും എന്നെയും ചതിക്കില്ല എന്ന്. പക്ഷേ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. അതിലെ ആദ്യ പാഠം ഇതാണ്: എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൽ വില അറിയണമെന്നില്ല. ചിലർ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളെ വേണ്ടതുകൊണ്ടല്ല, അവർക്കൊരു ആവശ്യം ഉള്ളതുകൊണ്ടാണ്. ആ ആവശ്യം തീർന്നാൽ അവരുടെ സംസാരവും മാറും, സ്വഭാവം മാറും, അവസാനം നമ്മൾ അന്യരായി മാറും. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കും, ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആത്മാർത്ഥമായി സ്നേഹിച്ചതാണ്. പക്ഷേ അത് തെറ്റല്ല, അത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ്. ഈ ലോകത്ത് നല്ല മനസ്സുള്ള ആളുകളെ പലരും ഉപയോഗിക്കാൻ ശ്രമിക്കും. കാരണം അവർ ഇല്ല എന്ന് പറയാൻ മടിക്കും. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷേ ഒരിക്കൽ ആ മനസ്സ് തകരുമ്പോൾ അവർ പഴയ ആളായിരിക്കില്ല. കൂടുതൽ സംസാരിക്കുന്നവർ മിണ്ടാതെയാകും, എപ്പോഴും ചിരിക്കുന്നവർ ഒറ്റയ്ക്ക് കരയും, എല്ലാവരെയും വിശ്വസിച്ചിരുന്നവർ ആരെയും വിശ്വസിക്കാതെയാകും. എന്നാൽ ഇതാണ് ജീവിതം, അവസാനിക്കുന്ന നിമിഷമല്ല. ഇവിടെയാണ് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നത്. വേദന നിങ്ങളെ ശക്തരാക്കും, വഞ്ചന നിങ്ങളെ വിവേകമുള്ളവരാക്കും, കണ്ണീർ നിങ്ങളെ പക്വതയുള്ളവരാക്കും. ഒരിക്കലും പ്രതികാരം ചെയ്യാൻ പോകരുത്. കാരണം പ്രതികാരം കുറച്ച് നിമിഷത്തെ സന്തോഷം മാത്രമേ നൽകൂ. പക്ഷേ ക്ഷമ, അത് ജീവിതകാലം മുഴുവൻ സമാധാനം നൽകും. നിങ്ങളെ വേദനിപ്പിച്ചവരെ ജീവിതം തന്നെ പഠിപ്പിക്കും. അതിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സമയം ആരെയും മറക്കില്ല. ഒരു കാര്യം മാത്രം ഓർക്കുക: നിങ്ങളെ വിലമതിക്കാത്തവരുടെ പിന്നാലെ ഓടരുത്. നിങ്ങളെ തേടി വരാത്തവരെ കാത്തിരിക്കരുത്. നിങ്ങളുടെ സന്ദേശങ്ങൾക്ക് മറുപടി നൽകാത്തവർ, സമയം ഇല്ലാത്തവർ നിങ്ങളെ ജീവിതത്തിലും സമയം കൊടുക്കേണ്ടതില്ല. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക, സ്വന്തം മനസ്സിനെ ആദരിക്കാൻ പഠിക്കുക. കാരണം നിങ്ങളെക്കാൾ വിലപ്പെട്ട ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. ഇന്ന് നിങ്ങളെ ഉപേക്ഷിച്ചവർ നാളെ നിങ്ങളെ ഓർത്ത് വിഷമിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ പഴയ ആളായിരിക്കില്ല. നിങ്ങൾ കൂടുതൽ ശക്തനായിരിക്കും, കൂടുതൽ പക്വതയുള്ളവനായിരിക്കും, കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിച്ചിരിക്കും. ജീവിതത്തിൽ എല്ലാവരെയും വിശ്വസിക്കരുത്, പക്ഷേ എല്ലാവരെയും സംശയിച്ചും ജീവിക്കരുത്. വിശ്വസിക്കൂ, നമ്മുടെ കണ്ണുകൾ തുറന്ന് സ്നേഹിക്കൂ, പക്ഷെ സ്വയം നഷ്ടപ്പെടുത്താതെ. സഹായിക്കൂ, പക്ഷേ നിങ്ങളെ ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കാതെ. അവസാനമായി ഒരു കാര്യം കൂടി പറയാം: വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ നല്ല മനസ്സ് ഉപേക്ഷിക്കരുത്. കാരണം ഈ ലോകത്തിന് ഇന്നും നല്ല മനുഷ്യരെ വേണം. നിങ്ങളുടെ നന്മ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. അതിനെ സംരക്ഷിക്കൂ. ഒരു നാൾ നിങ്ങളുടെ ആത്മാർത്ഥതയെ മനസ്സിലാക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും, വഞ്ചന നിങ്ങളെ തകർക്കാൻ വന്നതല്ല, നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ വന്നതായിരുന്നു. അതുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചു നടക്കൂ, കണ്ണീർ തുടച്ചു മാറ്റൂ. ജീവിതം ഇനിയും അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഇനിയും വരാനുണ്ട്. അതുപോലെ തന്നെയാണ് ഭർത്താവിൻ്റെ വഞ്ചന, ഒരു സ്ത്രീയുടെ ഹൃദയം പറയുന്ന കഥ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച മനുഷ്യൻ തന്നെ വഞ്ചിച്ചാൽ ആ വേദനയെ വിവരിക്കാൻ വാക്കുകൾ പോരാ. ഭർത്താവ് എന്നത് ഒരു സ്ത്രീയുടെ വെറും ജീവിത പങ്കാളിയല്ല, നേരെ മറിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു ഭാര്യ എന്നത് അവൻ്റെ സുരക്ഷയും വിശ്വാസവും സ്വപ്നവും ഭാവിയും കൂടിയാണ്. ഇരുവരും വഞ്ചനകൾ ചെയ്യുമ്പോൾ തകരുന്നത് അവരുടെ കുടുംബമാണ്, കുട്ടികളാണ്. ആ വിശ്വാസം തകരുമ്പോൾ തകരുന്നത് ആ ബന്ധം മാത്രമല്ല, ഒരു ഹൃദയവുമാണ്. ഞാൻ എന്താണ് ചെയ്ത തെറ്റ് എന്ന ചോദ്യം പല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മനസ്സിൽ വീണ്ടും വീണ്ടും ഉയരും. പക്ഷേ എല്ലാ വഞ്ചനകൾക്കും കാരണം നിങ്ങളല്ല. ചിലർക്ക് ലഭിച്ച സ്നേഹത്തിൻ്റെ വില മനസ്സിലാകാറില്ല. ഒരു നിമിഷത്തെ ആകർഷണത്തിനോ സ്വാർത്ഥതയ്ക്കോ വേണ്ടി വർഷങ്ങളായി കാത്തു സൂക്ഷിച്ച വിശ്വാസം തകർക്കുന്നവർ പിന്നീട് സ്വന്തം ജീവിതത്തിൽ തന്നെ ആ തീരുമാനത്തിൻ്റെ ഭാരം അനുഭവിച്ചേക്കാം. വഞ്ചിക്കപ്പെട്ട സ്ത്രീയുടെയും പുരുഷന്റെയും കണ്ണുനീർ ആരും കാണാതെ പോയാലും
അവരുടെ വേദന യാഥാർത്ഥ്യമാണ്. രാത്രിയിൽ ഉറങ്ങാതെ കരഞ്ഞ നിമിഷങ്ങളും ആരോടും പറയാനാകാത്ത സങ്കടങ്ങളും ചിരിയുടെ പിന്നിൽ ഒളിപ്പിച്ച മുറിവുകളും അവർക്ക് മാത്രമേ അറിയൂ. ഈ വേദന നിങ്ങളുടെ ജീവിതത്തിൽ അവസാന അധ്യായമാകരുത്. ഇത് ഒരു പുതിയ തുടക്കമാകണം. നിങ്ങളുടെ ആത്മാഭിമാനം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മറ്റൊരാളുടെ തെറ്റുകൊണ്ട് നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല. നിങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട ആദ്യ വ്യക്തി നിങ്ങൾ തന്നെയാണ്. കരയേണ്ടി വന്നാൽ കരയൂ, പക്ഷേ കണ്ണുനീർ തുടച്ച ശേഷം വീണ്ടും എഴുന്നേൽക്കൂ. ജീവിതം ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും അതിലുപരി നിങ്ങൾക്ക് വേണ്ടിയും ശക്തയാക്കൂ. വേദനയെ ശക്തിയാക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ വിജയം. വഞ്ചിച്ചവരെക്കാൾ വേദനയെ അതിജീവിച്ചവരാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയികൾ. ഒരു ദിവസം നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങളെ തകർക്കുമെന്ന് കരുതിയ അനുഭവം തന്നെയാണ് നിങ്ങളെ കൂടുതൽ ശക്തിയാക്കിയത്. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കുക. ആരുടെയും വഞ്ചന നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ വില മറ്റൊരാളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നതുമല്ല. സ്വയം സ്നേഹിക്കുക, സ്വയം ബഹുമാനിക്കുക, പ്രതീക്ഷ കൈവിടരുത്. കാരണം ഇരുട്ട് എത്ര ആഴമുള്ളതായാലും ഒരു പ്രഭാതത്തെ തടയാൻ അതിന് കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിലും നല്ല ദിവസങ്ങൾ വീണ്ടും വീണ്ടും വരും. വിശ്വസിക്കൂ, മുന്നോട്ട് നടക്കൂ. ജീവിതം ഇനിയും ഒരുപാട് ജീവിക്കാനുണ്ട്. ജീവിതം ഇതോടുകൂടിയൊന്നും അവസാനിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് മക്കളുടെ വഞ്ചന. ജീവിതം മുഴുവനും സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾക്ക് ഒരു ദിവസം അതേ മക്കളിൽ നിന്ന് അവഗണനയോ വഞ്ചനയോ നേരിടേണ്ടി വരുന്നത് അവർക്ക് സഹിക്കാനാവാത്ത വേദനയാണ്. സ്വന്തം വിശപ്പും ഉറക്കവും മറന്ന് മക്കളുടെ സന്തോഷത്തിനായി ജീവിതം സമർപ്പിച്ചവരാണ് മാതാപിതാക്കൾ. മക്കൾ വീഴുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് അവർ തന്നെയാണ്. മക്കൾ വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അവർ തന്നെയാണ്. പക്ഷേ കാലം മാറുമ്പോൾ ചിലർ മാതാപിതാക്കളെ ഒരു ഭാരമായി കാണുന്നു. തിരക്കിന്റെ പേരിലും സൗകര്യത്തിന്റെ പേരിലും അവരുടെ സ്നേഹവും ത്യാഗവും മറന്നു പോകുന്നു. മാതാപിതാക്കൾക്ക് നിങ്ങളുടെ പണമോ ആഡംബരമോ വേണ്ട. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്നേഹവും ഒരു ഫോൺ വിളിയും കുറച്ച് സമയവും മാത്രമാണ്. അവരുടെ കണ്ണീരിന് വിലയില്ലെന്ന് കരുതരുത്. ഒരിക്കൽ അവർ ഇല്ലാതായാൽ പറയാതെ പോയ സ്നേഹവും ചെയ്യാതെ പോയ കടമകളും ജീവിതകാലം മുഴുവനും കുറ്റബോധരാക്കും. ജീവിതകാലം മുഴുവൻ ഒരു കുറ്റബോധമായി മനസ്സിൽ അവശേഷിച്ചേക്കാം. മാതാപിതാക്കളെ ആദരിക്കുന്ന മക്കൾ ഒരിക്കലും ചെറുതാകുന്നില്ല. അവരുടെ അനുഗ്രഹം ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. ഇന്ന് തന്നെ അവരെ വിളിക്കൂ. കൂടെയുണ്ടെങ്കിൽ കുറച്ചു സമയം സംസാരിക്കൂ. അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ ശ്രമിക്കൂ. ജീവിച്ചിരിക്കുമ്പോൾ നൽകുന്ന സ്നേഹത്തിനാണ് യഥാർത്ഥ വില. നഷ്ടപ്പെട്ട ശേഷം ഒഴുക്കുന്ന കണ്ണീരിന് ആ ഒരു ശൂന്യത നികത്താൻ ഒരിക്കലും കഴിയില്ല.